ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ജൂഫിക്സ് അക്കാദമി. അത് ഇഗ്നോയുടെ 2026 ജൂൺ ടൈം ആൻഡ് എക്സാമിനേഷന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്നു മുതൽ രജിസ്ട്രേഷൻ ചെയ്ത് തുടങ്ങാം. ഏപ്രിൽ 10 വരെയാണ് വിത്തൗട്ട് ലേറ്റ് ഫീ ആയിട്ട് നിങ്ങൾക്ക് എക്സാം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഫൈൻ ഉണ്ടായിരിക്കുന്നതായതിന് ഫൈനോട് കൂടിയിട്ട് വരുന്ന ലാസ്റ്റ് ഡേറ്റ് ഏകദേശം 2026 ഏപ്രിൽ 24 വരെയാണ്. ഫൈനോട് കൂടിയിട്ട്, ഫൈൻ ഇല്ലാതെ നിങ്ങൾക്ക് ഏപ്രിൽ 10 വരെ നിങ്ങൾക്ക് വിത്തൗട്ട് ഫൈനോട് കൂടിയിട്ട് നിങ്ങൾക്ക് എക്സാം രജിസ്റ്റർ ചെയ്യാം. ഓൺലൈൻ ത്രൂ ആയിട്ടാണ് നമുക്ക് എക്സാം രജിസ്റ്റർ ചെയ്യേണ്ടത്. നേരിട്ട് ഇഗ്നോയുടെ സെൻറ്റേഴ്സിൽ ചെന്നിട്ടുള്ള രജിസ്ട്രേഷൻ അല്ല, നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ ആണ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. നിങ്ങളുടെ സമർത്ഥ് പോർട്ടൽ അഥവാ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എക്സാമിനേഷൻ എന്ന ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് എക്സാം രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ്, അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു ഏപ്രിൽ 10 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ ഫീ വരുന്നത് നിങ്ങൾക്ക് 200 രൂപയാണ്. ഒരു സബ്ജക്റ്റ്, ഒരു തിയറി പേപ്പർ അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ പേപ്പർ അതിന് വരുന്നത് 200 രൂപയാണ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ക്രെഡിറ്റ്സിനനുസരിച്ച് പ്രാക്ടിക്കലിനാണ് എന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കലുള്ള സബ്ജക്റ്റുകൾക്ക് നിങ്ങൾക്ക് അതിൻ്റെ ക്രെഡിറ്റ്സിനനുസരിച്ചിട്ട് അതിൻ്റെ ഫീ മാറ്റം വരുന്നുണ്ട്. 4 ക്രെഡിറ്റ്സ് ഉള്ള ഒരു കോഴ്സിനാണെന്നുണ്ടെങ്കിൽ 300 രൂപയും അതുപോലെ തന്നെ 4 ക്രെഡിറ്റ്സിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ 500 രൂപയാണ് എക്സാം ഫീസ് വരുന്നത്. പ്രാക്ടിക്കൽ കേസാണ് പറയുന്നത്. നോർമലി തിയറി പേപ്പറിന് 200 രൂപയാണ് ഒരു സബ്ജക്റ്റിന് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു 8 സബ്ജക്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ 1600 രൂപയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റിക്ക് നിങ്ങളെ എക്സാം സെൻറ്റർ, അതായത് ഹോൾ ടിക്കറ്റിൽ നിങ്ങൾക്കൊരു എക്സാം സെൻറ്റർ ഉണ്ടായിരിക്കും. നിങ്ങൾ തിരഞ്ഞെടുത്ത എക്സാം സെൻറ്ററിൽ തന്നെ മാക്സിമം നിങ്ങളെ യൂണിവേഴ്സിറ്റി അക്കോമഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഇൻ കേസ് അതിൽ എക്സോസ്റ്റഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനടുത്തുള്ള ഒരു എക്സാം സെൻറ്റർ ആയിരിക്കും നിങ്ങൾക്ക് ചൂസ് ചെയ്ത് തരിക. അപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് ഈ ഒരു എക്സാം സെൻറ്റേഴ്സ് ചേഞ്ച് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കും. അപ്പോൾ അത് ക്ലെയിം ചെയ്യാൻ സ്റ്റുഡൻസിന് സാധിക്കില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 11/4 അതായത് ഏപ്രിൽ 11 മുതൽ ഏപ്രിൽ 24 വരെ നിങ്ങൾക്ക് എക്സാം എല്ലാം രജിസ്റ്റർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. പക്ഷേ ലേറ്റ് ഫീ 1100 രൂപ ഉണ്ടായിരിക്കുന്നതാണ്. 1100 രൂപ ഒരു സബ്ജക്റ്റിനല്ല, മൊത്തം ടോട്ടൽ സബ്ജക്റ്റ് ആണ് 1100 രൂപ വരുന്നത്. അതാ നോക്കൂ. ഹൗവർ ദ യൂണിവേഴ്സിറ്റി റിസർവ്സ് ദ റൈറ്റ് ടു ഷിഫ്റ്റ് ദ സ്റ്റുഡൻസ് ഫ്രം വൺ എക്സാം സെൻറ്റർ ടു അനദർ എക്സാം സെൻറ്റർ. ദ ഡിസിഷൻ ഓഫ് ദ യൂണിവേഴ്സിറ്റി ഈസ് ഫൈനൽ ആൻഡ് സ്റ്റുഡൻറ്റ് കനോട്ട് ക്ലെയിം. അതായത് യൂണിവേഴ്സിറ്റിക്ക് ഒരു സ്റ്റുഡൻറ്റിനെ ഒരു എക്സാം സെൻറ്ററിൽ നിന്ന് മറ്റൊരു എക്സാം സെൻറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. ഈവൻ നമ്മൾ ഒരു എക്സാം സെൻറ്റർ ചൂസ് ചെയ്താൽ പോലും അത് തന്നെ കിട്ടണമെന്ന് ഉറപ്പില്ല. നമ്മൾ ഒരു പ്രയോറിറ്റി ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ABCID ഉണ്ടായിരിക്കണം എന്നിവിടെ പറയുന്നുണ്ട്. ABCID ഉണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ ടൈമിൽ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ ABCID ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഡിജി ലോക്കർ വഴി നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റുകളെല്ലാം ആക്സസ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതിലൊക്കെ അപ്ഡേറ്റ് ആവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡിജി ലോക്കറും അതുപോലെ തന്നെ ABCID ഒക്കെ ഇപ്പോൾ മാൻഡേറ്ററി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ ഫസ്റ്റ് ഇയറോ അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിനൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോഴ്സ് കാലാവധി അല്ലെങ്കിൽ അതിൻ്റെ പീരീഡ് കംപ്ലീറ്റ് ചെയ്തവർക്ക് മാത്രമാണ് അതൊരു ഈ എക്സാമിന് നമുക്ക് അറ്റൻഡ് ചെയ്യാനും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു സെമസ്റ്റർ വൈസ് പ്രോഗ്രാംസിനൊക്കെ ഇപ്പോൾ അതിൻ്റെ എലിജിബിലിറ്റി ആയിട്ടുണ്ട്. ഇയർ വൈസ് പ്രോഗ്രാംസൊക്കെ ശ്രദ്ധിക്കുക. നിങ്ങൾ അതിൻ്റെ ഒരു 1 ഇയർ ഡ്യൂറേഷൻ കംപ്ലീറ്റ് ആവുന്നുണ്ട് ഈ ഒരു ജൂണോട് കൂടിയിട്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുള്ളൂ, അതിന് എലിജിബിലിറ്റി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതിൽ മറ്റൊരു സംശയം വരുന്നത്, നിങ്ങൾ അസൈൻമെൻറ്റുകളെല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. നിങ്ങളുടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റിൻ്റെ മുന്നോടിയായിട്ട് നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ ഷെഡ്യൂള് ചെയ്യുന്നത് അത് റീജിയണൽ സെൻറ്റർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് റീജിയണൽ സെൻറ്ററുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അതിൻ്റെ ഡേറ്റിന് വേണ്ടിയിട്ടുള്ളത്.
അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സാം രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ ഈ ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് തിയറിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല പ്രാക്ടിക്കലിനും അതുപോലെ തന്നെ പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ കൂടെയും ഡിസർട്ടേഷൻ്റെ കൂടെയൊക്കെ അതുപോലെ തന്നെ ഫീൽഡ് വർക്ക് ഇതിൻ്റെ കൂടെ ഇൻറ്റേൺഷിപ്പ് ഇതിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഈ ഹോൾ ടിക്കറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ എക്സാം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഹോൾ ടിക്കറ്റ് എപ്പോഴാണ് വരിക എന്നുള്ളൊരു കൺഫ്യൂഷൻ കൂടി ഉണ്ടായിരിക്കും. ഏകദേശം എക്സാമിൻ്റെ 1 വീക്ക് മുന്നോടിയായിട്ട് മാത്രമേ ഹോൾ ടിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു അത്രയും സമയത്തേക്ക് നിങ്ങൾ ഹോൾ ടിക്കറ്റ് വന്നില്ലേ എന്ന് വിചാരിച്ച് പ്രയാസപ്പെടേണ്ട. 1 വീക്ക് മുന്നോടിയായിട്ടേ ഹോൾ ടിക്കറ്റ് വരികയുള്ളൂ. ചില സ്റ്റുഡൻസിന് അവരുടെ കോഴ്സുകൾ ഇൻവാലിഡ് എന്ന് കാണിക്കുന്നുണ്ടായിരിക്കും. അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു മെയിൽ ഐ ഡിയിലോട്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പരാതി ഈ ഒരു മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്യണം എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ അപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു റിവ്യൂ കിട്ടും സ്ക്രീനിൽ. അപ്പോൾ നിങ്ങൾ ആ റിവ്യൂ വായിച്ചിട്ട് എല്ലാം ഓക്കെ ആയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് റിക്വസ്റ്റിന് സബ്മിറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിൽ ചേഞ്ചസ് ഒന്നും വരുത്താൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് റിക്വസ്റ്റ് കൊടുക്കുന്നതിൻ്റെ മുന്നേ അതിൻ്റെ റിവ്യൂ എന്തെങ്കിലും മാറ്റങ്ങൾ വരും, എക്സാം സെൻറ്റേഴ്സ് അല്ലെങ്കിൽ നിങ്ങളെ കോഴ്സുകളൊക്കെ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ മുന്നോടിയായിട്ട് ചെയ്യുക. പേയ്മെൻറ്റ് റിക്വസ്റ്റ് അതിൻ്റെ ലിങ്കിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കില്ല. പിന്നെ പലരും ചോദിക്കുന്നതാണ്, ഒരു പ്രാവശ്യം എക്സാം രജിസ്റ്റർ ചെയ്തു ഇനി എക്സാം സെൻറ്റർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. നോ റിക്വസ്റ്റ് ഫോർ ചേഞ്ച് ഓഫ് എക്സാം സെൻറ്റർ വിൽ ബി എൻ്റർടൈൻഡ് ഇൻ എനി കേസസ്. അപ്പോൾ എന്താണ്, എക്സാം സെൻറ്റേഴ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല വൺസ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന്, ഇപ്പോൾ നമ്മൾ എക്സാം രജിസ്റ്റർ ചെയ്യാനുള്ള പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് എക്സാം രജിസ്റ്റർ ചെയ്യണം. കാരണം ചില സബ്ജക്റ്റുകൾക്ക് എക്സാം സെൻറ്റേഴ്സിൽ സീറ്റുകൾ ഫില്ലാവും. അതായത് അലോട്ട് ചെയ്ത എക്സാം എഴുതാൻ വേണ്ടിയിട്ട് അലോട്ട് ചെയ്തിട്ടുള്ള സീറ്റുകൾ ഫില്ലാവും. അങ്ങനെ ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ഒരു സെൻറ്ററിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേകം സബ്ജക്റ്റുകൾക്കൊന്നും നിങ്ങൾക്ക് എക്സാം എഴുതാൻ കഴിയില്ല, നിങ്ങൾക്ക് സീറ്റ് കിട്ടില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് MEG 5 അതുപോലെ തന്നെ MEG 4 15 അതുപോലെ MMBC 4 15 5 MCO 22 അതുപോലെ MCO 5 BEVI 181 VGI 182 BDSV 101 പോലെയുള്ള ഇത്തരം എക്സാമ്പിൾസാണ്. ഇത്തരം കോഴ്സുകളൊക്കെ പെട്ടെന്ന്, ഇത്തരം സബ്ജക്റ്റുകളൊക്കെ പെട്ടെന്ന് ഫില്ലായി പോകും എക്സാം സെൻറ്റേഴ്സിൽ അതിൻ്റെ സീറ്റുകൾ. സോ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇന്ന് നാളെ മറ്റന്നാൾ ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ എന്തായാലും ഇത് ചിലപ്പോൾ 2 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 3 ദിവസം കൊണ്ടോ തന്നെ ഇതെന്ത് ചെയ്യും, ഇത്തരം സബ്ജക്റ്റുകൾക്കുള്ള സീറ്റുകൾ ഫില്ലാവും. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെ അത്തരം എക്സാംസ് എഴുതാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എക്സാം രജിസ്റ്റർ ചെയ്തോളൂ. എക്സാം രജിസ്റ്റർ ചെയ്യാനും അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾക്കും വേണ്ടിയിട്ട് എഡ്യൂഫിക്സ് അക്കാദമിയുടെ ഓഫീസ് നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങൾ നിങ്ങളെ എക്സാം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കാം, എക്സാം രജിസ്റ്റർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പറുമായിട്ട് എന്ത് ചെയ്യാം, കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ കേരളത്തിലെ ഓരോ റീജിയൻ സെൻറ്റേഴ്സിൻ്റെ അണ്ടറിലും നിങ്ങൾക്ക് ഏതൊക്കെ സ്റ്റഡി സെൻറ്റേഴ്സിലാണ് എക്സാം സെൻറ്ററായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാനൊന്ന് കാണിക്കാം. അതായത് ഏതെല്ലാം റീജിയൻ സെൻറ്ററിൻ്റെ റീജിയൻ സെൻറ്റേഴ്സിൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് ഏതെല്ലാം എക്സാം സെൻറ്റേഴ്സ് അവൈലബിൾ ആണ് എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് വടകര ഒന്ന് ചെക്ക് ചെയ്യാം. വടകര റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ വരുന്നത് ഈ പറയുന്ന കോളേജുകളാണ് വരുന്നത്. നോക്കൂ, അപ്പോൾ ഇത്രയും കോളേജുകളിലാണ് നിങ്ങൾക്ക് വടകര ആ ഒരു റീജിയൻ്റെ അണ്ടറിൽ വരുന്ന അത്തരം സ്ഥലങ്ങളിൽ വരുന്ന കുട്ടികൾക്ക് എക്സാം സെൻറ്റേഴ്സായിട്ട് വരുന്ന ഇത്രയും കോളേജുകളാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇനി കൊച്ചിനൊന്ന് നോക്കാം. കൊച്ചിൻ്റെ അണ്ടറിൽ വരുന്നത് ഇത്രയും കോളേജസാണ്. ഇതിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജുകളിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന കോളേജുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
രജിസ്റ്റർ ചെയ്യാം. ഇത്രയും കോളേജുകളാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ട്രിവാൻഡ്രം നോക്കാം. ട്രിവാൻഡ്രം റീജിയൻ സെൻറ്ററിൻ്റെ അകത്ത് ഇത്രയും കോളേജുകളാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റീജിയൻ സെൻറ്ററിൻ്റെ അണ്ടറിൽ നിങ്ങളുടെ വീടിനോ നിങ്ങൾക്ക് പോയി വരാവുന്ന ദൂരപരിധിയിലോ ഉള്ള ഒരു ഏറ്റവും അടുത്തുള്ളത് ആദ്യം സെലക്ട് ചെയ്യാം. ഒരു എക്സാം സെൻറ്റർ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ എക്സാം രജിസ്റ്റർ ചെയ്യുക. 4-ാം തീയതിയാണ് ഏപ്രിൽ 10-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അതിന് മുന്നോടിയായിട്ട് എല്ലാവരും എക്സാം രജിസ്റ്റർ ചെയ്യുക. എത്രയും പെട്ടെന്ന് 2-3 ദിവസത്തിൻ്റെ ഉള്ളിലെല്ലാം പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളുടെ സീറ്റുകളെല്ലാം ഫില്ലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ എക്സാംസ് എല്ലാം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എഡ്യൂഫിക്സ് അക്കാദമിയുമായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.